ഈ അടുത്തൊരു പ്രസംഗത്തില് അതേ പറഞ്ഞിരുന്നു, ഈ ഷിയാക്കളെ ആചാരമൊന്നും നമുക്ക് പറ്റൂല. ഷിയാക്കളുടെ ആചാരത്തിൽപ്പെട്ടതാണ് മുഹറം 10 ആവുമ്പോ യാ ഹുസൈൻ എന്ന് വിളിച്ചിട്ട് ദുഃഖം പ്രകടിപ്പിക്കുന്ന ആശയം. അത് മുസ്ലിമീങ്ങൾക്ക് പറ്റൂല, പച്ച ഹറാമാണ് എന്ന് ഞാൻ ബിഗിയത്തുൽ മുസ്തർശിദീൻ എന്ന കിതാബിന്റെയും സവായിഖുൽ മുഹരിഖയുടെയും പല കിതാബുകളും ഉദ്ധരിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ ഒരു മുജാഹിദ് മൗലവി ചോദിക്കുകയാണ്, എന്താ അന്നങ്ങ് വിളിച്ചുവിട്ടാലെന്താ എന്നാണ് അയാളുടെ ചോദ്യം. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അവരെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് തന്നെ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്നാണ്, കബളിപ്പിക്കുന്നവർ എന്നാണ്. ആളുകളെ പറഞ്ഞ് കബളിപ്പിക്കുക. അങ്ങനെ കബളിപ്പിക്കുന്നതിൽപ്പെട്ട ഒരാശയമാണ് മധ്യസ്ഥൻ വേണ്ട, മധ്യവർത്തി വേണ്ട എന്നൊക്കെ പറയുന്ന ആശയം. ജനങ്ങളെ കബളിപ്പിക്കണം. ആ കബളിപ്പിക്കലിൽ പെട്ടുപോയ സാധാരണക്കാർ അവർ ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർ ഖുർആൻ പഠിക്കണം, ഖുർആന്റെ ആശയം പഠിക്കണം. ഖുർആൻ പഠിക്കാതെ ആരോ പറയുന്നത് കേട്ട് അവരും അത് ആവർത്തിച്ച് കിട്ടുന്ന വേദികളിലൊക്കെ പറയുന്നവരായി തരം താഴ്ന്നു പോകാൻ പാടില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഷിയാക്കൾ അവരോട് ഇബ്നു കസീർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിൽ വേദനയുള്ളവരാണ് മുസ്ലിമീങ്ങൾ മുഴുവനും. പക്ഷേ ദുഃഖം പ്രകടിപ്പിക്കുക എന്നത് ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മുഹറം 10 നെഞ്ഞത്തടിക്കാനോ അല്ലെങ്കിൽ അതേ കുപ്പായം പറിച്ചു കീറാനോ ഡ്രസ്സ് മാറ്റാനോ ചായം കൊടുക്കാനോ അതുപോലെ സാധാരണ ഇല്ലാത്ത ഒരു പ്രവൃത്തിയും നടത്താൻ അവർ തയ്യാറാവില്ല. കാരണം പ്രകടനം ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അന്ന് യാ ഹുസൈൻ എന്ന് പറഞ്ഞ് പാട്ടുപാടാനും ഒരു മുസ്ലിമിനെയും കിട്ടൂല. അത് ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു വിഭാഗത്തോട് ഒരുത്തൻ തുല്യമായാൽ അവൻ അവനിൽപ്പെട്ടവനാ. അപ്പൊ റാഫിളത്ത് എന്ന് പറയുന്ന സഹാബത്തിന്റെ വിരോധികളായ ഷിയാക്കളെ പട്ടികയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ പാടില്ല. പണ്ഡിതന്മാരെ കർത്തവ്യം എന്താണ്? അവർ ശരിക്ക് ദീന് പറയണം. അവിടെ ആരെയും ഭയപ്പെടാൻ പറ്റൂല. അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവർ ചെയ്താലും ഗ്രൂപ്പിൽ പെടാത്തവർ ചെയ്താലും ആര് ചെയ്താലും തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദികളാണ്. ഇത് അന്ത്യനാളാണ്. അസ്റാത്തു സാഅത്ത് ഖിയാമനാളിന്റെ ലക്ഷണമാണ് വയദ്ഹറൽ ജഹ്ലു, വിവരക്കേട് വെളിച്ചത്ത് വരും എന്നത്. വിവരക്കേട് വെളിച്ചത്ത് വരുമ്പോൾ പണ്ഡിതന്മാരും ഉണ്ടായിരിക്കാൻ പറ്റൂല. പണ്ഡിതന്മാർ ഉള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് കക്ഷി ആരാണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ മതത്തിന്റെ വിഷയം സംസാരിക്കുക, മറിച്ച് വിഷയം എന്താണെന്ന് നോക്കിയിട്ടാണ് സംസാരിക്കുക. ഇരിക്കട്ടെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയാണ്. അലി റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനമുള്ള ആളാണ്. എന്നാൽ ആ അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടു പോയ റമദാൻ 17 എന്തേ ഈ ഷിയാക്കൾ നെഞ്ഞത്തടിക്കാത്തത്? എന്തുകൊണ്ടാണ് ഷിയാക്കൾ നെഞ്ഞത്തടിക്കാത്തത്? എന്തുകൊണ്ടാണ് അന്ന് അവരുടെ കോപ്പിരാട്ടികൾ കാണിക്കാത്തത്? മഹാനവറുകൾ വീണ്ടും ചോദിക്കാണ്. അതിന്റെ പുറമെ അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനമുള്ള ആളല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തല അറുക്കപ്പെട്ടു പോയ മഹാനല്ലേ? ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ഷിയാക്കൾ ദുഃഖപ്രകടനം നടത്താത്തത്? വീണ്ടും ചോദിക്കുകയാണ്, അതിനേക്കാൾ ബഹുമാനമുള്ള ആളല്ലേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹിന്റെ ജമാഅത്തിന് ഇമാമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂലുഹത്തിന്റെ കുത്തുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത്? അതിന്റെ പേരിൽ എന്തേ ദുഃഖപ്രകടനം നടത്താത്തത്? ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോ വഫാത്തായ സമയം മാത്രം, ഷഹീദായ സമയം മാത്രം. ഷഹീദാവുക എന്നുള്ളത് അള്ളാഹു കൊടുത്ത വലിയൊരു ബഹുമാനമാണ്, വലിയൊരു ആദരവാണ്, വലിയൊരു സ്ഥാനമാണ്. ആ സ്ഥാനം കിട്ടിയതിന്റെ പേരിൽ അന്നത്തെ ദിവസം അവരെന്താണ് ദുഃഖപ്രകടനം നടത്തിയിട്ട് ഇസ്ലാമിലില്ലാത്ത കർമ്മങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ഇബ്നു കസീറിന്റെ ചോദ്യം. വളരെ അർത്ഥവത്തല്ലേ ആ ചോദ്യം? ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആര് തെറ്റു പറഞ്ഞാലും തെറ്റാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മുഅ്മിനീങ്ങളുടെ ആശയം, ഞാൻ അവരുടെ ആളാണ്, ഞാൻ അതിന്റെ ആളാണ് എന്നൊരാൾ പറയുമ്പോ ആ ആശയം എന്തിന്റേതാണെന്ന് പഠിക്കണം. ആ ആശയം എന്തിന്റേതാണെന്ന് പഠിക്കണം. മുനാഫിക്കുകളുടെ ആശയമാണ് അള്ളാഹുവിന്റെ റസൂൽ റെക്കമെൻഡിന് വേണ്ട എന്ന ആശയമെന്ന് പച്ചയായി ഖുർആൻ പറഞ്ഞതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്നൊരു സൂറത്തുണ്ട് ഖുർആനില്. അതിൽ മുഅ്മിനീങ്ങളെ ലക്ഷണമാണ് പറയുന്നത്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനില്. വെള്ളിയാഴ്ച രാത്രി ഇശായിനും അതുപോലെ തന്നെ ഒക്കെ ഓതൽ സുന്നത്തുള്ള സൂറത്ത്. ആ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വൈദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് മുനാഫിക്കുകളോട്, കപടവിശ്വാസികളോട് പറയപ്പെട്ടാൽ
അവരുടെ സ്വഭാവം എന്താണ്? ലവ്വറൂസഹും, അവര് തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂന, അതിനെ തടയുന്നവരായി നിങ്ങൾക്ക് ആ മുനാഫിക്കുകളെ കാണാൻ സാധിക്കും. വഹും മുസ്തക്ബിറൂൻ, അവരഹങ്കാരികളാണ്. അങ്ങനെ ഒരു മുഹമ്മദ് നബിന്റെ റക്കമെന്നൊന്നും വേണ്ട, മധ്യവർത്തി വേണ്ട, ഇടയാളൻ വേണ്ട എന്ന് പറയുന്ന അഹങ്കാരമാണ് അവർക്ക്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും, അത്തരം ആളുകൾക്ക് നബിയെ തങ്ങൾ റെക്കമെന്റ് ചെയ്താൽ പോലും അവരെ നമ്മൾ സ്വീകരിക്കൂല. തങ്ങൾ റെക്കമെന്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ ഈമാനിലേക്ക് തിരിച്ചു വരാതെ, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. അല്ലാഹ് പുറത്തു കൊടുക്കണമെങ്കിൽ മുഅ്മിനീങ്ങളെ ആളാകണം. മുഅ്മിനീങ്ങളെ സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെന്റ് തേടലാണ്, നബി തങ്ങൾ മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കലാണ്. അങ്ങനെ ഖുർആനിൽ ഉടനീളം പഠിപ്പിച്ച ഒരാശയം, ആ ആശയത്തെ ചോദ്യം ചെയ്യുന്നവർ അവർക്കറിവില്ലാത്തതുകൊണ്ടാണ്. അവരോട് നമുക്ക് കംപ്ലൈന്റ് ഇല്ല, പ്രതിഷേധമല്ല, സഹതാപമുണ്ട്. എല്ലാവരും പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്ന് പറയാണ്, മഴയില്ലാത്തത് കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് പോയി. എന്നിട്ട് നബി തങ്ങളോട് ഇസ്തസ്ഖിലി ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് മഴ വാങ്ങിത്തരടേ എന്ന് ഖബറിന്റെ സമീപത്ത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് 100% അംഗീകാരം കൊടുക്കുകയാണ്. അതൊരു കറാഹത്താണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കൂല. കാരണം നിസ്കരിച്ച സദസ്സിൽ നിന്ന് ദിക്റും ദുആയും നടക്കുന്നതിന് മുമ്പ് ഒരാൾ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ 2 ചുമരും പിടിച്ചിട്ട് ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു കറാഹത്ത് ചെയ്യാൻ അനുവദിക്കൂല. ആ ഉമർ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ ഖബറിന്റെ സമീപത്ത് എന്ന് ഞാൻ നബിതങ്ങളോട് മഴയ്ക്ക് വേണ്ടി തേടി എന്ന് പറയുമ്പോ, മഴ വാങ്ങിത്തരാൻ വേണ്ടി തേടി എന്ന് പറയുമ്പോ അതിന് 100% അംഗീകാരം കൊടുക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്തിഗാസക്ക് തെളിവായി മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ ഇലാഹിൽ ഉദ്ധരിച്ചത്, അതുപോലെ തന്നെ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചത്. എന്ന് മാത്രമല്ല, ഈ ഹദീസ് സഹീഹാണെന്ന് ഇബ്നു കസീറാണ് രേഖപ്പെടുത്തിയത്, ഇബ്നു ഹജർ അസ്ഖലാനിയാണ് പറഞ്ഞത്. ലോകത്തുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരും അത് സഹീഹാണെന്ന് പറഞ്ഞു. അപ്പൊ ആകയാൽ വഫാത്തിന് ശേഷവും വഫാത്തിന് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി കണ്ടവരാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും, ലോകത്തുള്ള മുഴുവൻ ഇമാമീങ്ങളും. ആ ഇമാമീങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എന്താണെന്നറിയാതെ, ഖുർആനിന്റെ തഫ്സീറുകൾ അറിയാതെ, ഹദീസുകൾ അറിയാതെ ഇമാമീങ്ങളും മശായിഖന്മാരൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് അറിവുകേടാണ്. ഇനിമേലിൽ അത്തരം അറിവുകേട് ഒരാളും, രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും പാർട്ടിയിൽ ഇല്ലാത്തവരാണെങ്കിലും അത്തരം അറിവുകേട് വിളമ്പരുത് എന്നും, അറിവുള്ളവരോട് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ എന്ന് ചോദിക്കൂ നബിയെ. ഒരിക്കലും തുല്യമല്ല. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കൂ. ഇങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിൽ സംശയങ്ങളുള്ളവർ അവരെ സംശയം തീർക്കുകയല്ലാതെ അവര് കിട്ടുന്ന വേദികളിൽ ശൈഖന്മാരെയും ഇമാമീങ്ങളെയും അതേ ആരന്തായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഇടയാളൻ വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് എന്നതൊരു വലിയ മാന്യതയാണ് എന്ന് മനസ്സിലാക്കി പറയുകയും ചെയ്യരുത് എന്ന് വിനയപൂർവ്വം ഞാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ ആലോചിക്കണം, അറിവില്ലാത്തത് പറയരുത്, അറിവുള്ളതേ പറയാവൂ. അറിവില്ലാത്ത ജനങ്ങൾ അവരെ പിഴപ്പിച്ചിട്ടുണ്ടാകാം. ഒരറിവുമില്ലാത്ത മൗലവിമാര് എത്രയോ സാധുക്കളായ ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവർ അവരുടെ അറിവുകേട് വലിയ അറിവാണെന്ന് വിചാരിച്ച് ഖുർആൻ പറയുന്നത് പോലെ യസ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ, ഞങ്ങളിത് വലിയ സൽക്കർമ്മമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവർ പോയി അബദ്ധത്തിൽ ചാടുകയാണ്. അങ്ങനെ അബദ്ധത്തിൽ ചാടിയവരാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊന്നത്. അവർ വിചാരിച്ചത് ഒരു സൽക്കർമ്മാണ്, അലി റളിയല്ലാഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണ്, അയാൾ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ നല്ലതാണ് എന്ന് വിചാരിച്ചു. അവരെ പറ്റിച്ചത് ആ ഖവാരിജിന്റെ നേതാക്കളായ ആളുകളാണ്. അതിൽ പെട്ടുപോയവനാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞത്. അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കോ തീവ്രവാദ ശൈലിയിലേക്കോ തീവ്രവാദ ആശയത്തിലേക്കോ ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പുത്തനാശയത്തിലും ജനങ്ങൾ പെട്ടുപോകരുത്. അതിന് ഇവിടെ നിരന്തരം
നിരന്തരം പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് പഠിപ്പിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരുണ്ടാകണം, അത് പ്രസംഗിക്കാൻ പറ്റുന്ന പ്രസംഗകരുണ്ടാകണം. വേണ്ടി വന്നാൽ പല ഗാനങ്ങളും ഇറങ്ങും. ഗാനങ്ങളിൽ പലതും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സൂഫി ഗാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിന് ഒരു നിലക്കും നിരക്കാത്ത കുറെ ഗാനങ്ങൾ പുറത്തിറക്കുന്ന കക്ഷികളുണ്ട്. അത്തരം ഗാനങ്ങൾ പാടാൻ പാടില്ല. മറിച്ച് അത് ശറഈന് അനുവദനീയമാണോ അല്ലേ എന്നത് പണ്ഡിതന്മാര് പരിശോധിക്കണം. എന്നിട്ട് അനുവദനീയമാണെങ്കിൽ മാത്രം അത് അനുവദിക്കണം. വെറുതെയല്ല മൊഹീദ്ദീൻ മാലക്ക് അംഗീകാരം കൊടുത്തത്, വെറുതെയല്ല റിഫായി മാലക്ക് അംഗീകാരം കൊടുത്തത്, വെറുതെയല്ല മങ്കൂസ് മൗലൂദിന് അംഗീകാരം കൊടുത്തത്. അതിൽ തെറ്റില്ല എന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ തെറ്റില്ലെന്ന് ബോധ്യപ്പെട്ട പാദ്യങ്ങളല്ലാതെ ഗാനങ്ങളല്ലാതെ ഒരു വേദിയിലും നമ്മൾ പാടാനും പാടില്ല, പാടിപ്പിക്കാനും പാടില്ല. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബുറുദ സദസ്സ് എന്ന പേരിൽ ധാരാളം സദസ്സുകളുണ്ട്. നല്ല ബർക്കത്തുള്ള സദസ്സാണ്. പക്ഷേ ബുറുദ സദസ്സ് ഇത് ആദ്യം ഒരു ബുറുദ സദസ്സ് തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കാം ബുറുദല്ല, പിന്നെ കുറെ പാട്ടാണ്. ബുറുദന്റെ സദസ്സ് പിന്നെ ആളുകൾ ഒരുമിച്ച് കൂട്ടി കുറെ പാട്ട്. അങ്ങനെയാകാൻ പാടില്ല. അത് ജനങ്ങളെ വഞ്ചിക്കലാണ്. ബുറുദയുടെ സദസ്സാണോ അവിടെ ബുറുദ തന്നെ ചൊല്ലണം. കഴിയുന്നതും ബുറുദ തീർത്തും ചൊല്ലണം, നല്ല നിലക്ക് ചൊല്ലണം. ആ ബുറുദയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സമയമുണ്ടോ? സമയമുണ്ടെങ്കിൽ കുറച്ച് പാട്ട് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല പാട്ടാണെങ്കിൽ കുണ്ടൂർ ഉസ്താദിന്റെയൊക്കെ പാട്ടുണ്ട്, അങ്ങനത്തെ പാട്ട് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് ബുറുദയുടെ പേരിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കുറച്ച് പാട്ടും പാടിപ്പോകുന്ന പരിപാടി പറ്റൂല. നമ്മൾക്ക് എല്ലാ വിഷയത്തിലും ഇവിടെ സത്യസന്ധതയുണ്ടാകണം. ഏത് വിഷയത്തിലും സത്യസന്ധതയുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അറിയുന്നു എന്ന ബോധം വേണം.